ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ വഴിയെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്താക്കാൻ മറന്നു പോകരുത് കേട്ടോ. കുറേ ദിവസമായി ഞാനിങ്ങനെ കിച്ചണിലേക്ക് കയറിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും സൺഡേ ആണ്. അപ്പോൾ അങ്ങനെ കിച്ചണിൽ ഞാനും റഫീഖയും കൂടെ കുക്ക് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഈ സൺഡേ അല്ല, അതിൻ്റെ മുമ്പത്തെ സൺഡേ ഞായറാഴ്ചയിൽ നമ്മുടെ റഫീഖാൻ്റെ ഏട്ടൻ്റെ മോളെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. പരിപാടി എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ചെക്കൻ്റെ വീട്ടുകാരും നമ്മളും, അതായത് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഏട്ടൻ്റെ വീട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് കൂടിയിട്ട് ഒന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഒരു എൻഗേജ്മെൻറ്റ് ഡേറ്റൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, വൈകുന്നേരത്തേക്ക് അവർക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞായറാഴ്ച നമ്മളെല്ലാവരും ഒന്ന് കൂടുന്നതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ റഫീഖൊക്കെ ഡ്യൂട്ടി ഉണ്ട്, വൈകുന്നേരമാണ് റഫീഖ അങ്ങോട്ടേക്ക് വരിക, പുത്തൂർ വയലിലേക്ക് കേട്ടോ. റഫീഖിൻ്റെ ഏട്ടൻ്റെ വീട് അവിടെയാണ്, വയനാട് തന്നെയാണ്. നമ്മളിവിടുന്ന് കൽപ്പറ്റയിൽ നിന്ന് കുറച്ച് ദൂരെ പോകാനുള്ളൂ. അപ്പം അങ്ങനെ റഫീഖ നമ്മളവിടെ ആക്കിയിട്ട് വേണം റഫീഖക്ക് ഡ്യൂട്ടിക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടേ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നത്തെ ചെറുതായിട്ടുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്നെയും വാവനെയും കൂട്ടിയിട്ട് രാവിലെ നമ്മൾ പോവുമായിരുന്നു. പുഡിങ്ങും കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോവുകയാണേ. എന്നിട്ട് നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് അങ്ങോട്ട് എത്താനൊന്നും ആയിട്ടില്ല. കൽപ്പറ്റ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹിറ്റാച്ചി റോട്ടിൽ റോങ് സൈഡിൽ വളവിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തൊരു വണ്ടി പെട്ടെന്ന് റോങ് ആയിട്ട് വന്നു. നമ്മൾ ഹിറ്റാച്ചിനെ കൊണ്ടുപോയിട്ട് നമ്മളെ വണ്ടി ഇടിച്ചു. അങ്ങനെ ഒരു സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ലേ. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും വാവയും റഫീഖയായിരുന്നു വണ്ടിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടത് കാരണം തല അടിച്ചില്ല. പക്ഷേ നമ്മളിങ്ങനെ ആ സീറ്റ് ബെൽറ്റിൽ ഇങ്ങനെ കുടുങ്ങി ഇങ്ങനെ വലിയുമല്ലോ. എന്തോ ആയി, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ വാവേൻ്റെയും കാല് സീറ്റിൽ പോയിട്ട് അടിച്ചു. വാവയും കരയുന്നുണ്ട്. റഫീഖക്ക് ഒന്നും പറ്റിയില്ല. റഫീഖ വേഗം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി, ആളുകളെല്ലാം വന്നു. എൻ്റെ വാവൻ്റെ ഡോറ് വന്ന് വാവൻ ഇറക്കി. എൻ്റെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, ലോക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടുള്ള സമയത്ത് ലോക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് നമ്മൾ സംഭവിച്ച സമയത്ത് തന്നെ കറക്റ്റ് ആ റോട്ടിൽ ഒരു ആംബുലൻസ് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും വണ്ടിക്കാർ വന്ന് ഒരു 10-15 ആളുകൾ റോട്ടിലായി. സ്പോട്ടിൽ കറക്റ്റ് ടൈം കേട്ടോ, ഡിലേ ആയിട്ടില്ല, സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്നതാണേ. അപ്പോഴത്തേക്കും ആംബുലൻസ് വന്ന് അതിലേക്ക് അതുവഴി വന്ന ആംബുലൻസാണേ. മേപ്പാടി ഭാഗത്തുനിന്ന് വന്ന മേപ്പാടിക്കാരുടെ ആംബുലൻസാണ്. നമ്മൾ അതിലേക്ക് കയറ്റി. റഫീഖ അവിടെ നിന്നു. നമ്മളെ വേറെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു കൂടെ. എന്തോ ആംബുലൻസിൽ അവർ കയറി. അവരെങ്ങനെ എത്തിയതാ എന്താ അവിടെ ഉണ്ടായതാണോ ഒന്നും ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. 1-2 പേര് അതിൻ്റെ കൂടെ, പിന്നെ ആംബുലൻസിൻ്റെ ഡ്രൈവറും ഒക്കെ ആയിട്ട് നമ്മൾ വന്നു. എനിക്കിങ്ങനെ ഈ എന്താ പറയുക, ഷോൾഡർ വേദന, നെഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ തട്ടിയില്ല, പക്ഷേ വേദന, ശരീരം ഇങ്ങനെ ഇടുങ്ങിപ്പോയിട്ട്, അങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ഇടുക്കി കളഞ്ഞ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയായിപ്പോയി. സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അങ്ങനെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ലിയോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കൽപ്പറ്റയുള്ള എത്തി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി, കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. അവർ കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പം എൻ്റെ കഴുത്തിൽ ഇങ്ങനെ എന്താ പറയുക, സീറ്റ് ബെൽറ്റ്
കുടുങ്ങിപ്പോയിട്ടുണ്ട്, ഇങ്ങനെ വലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെയും ഇങ്ങനെ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ ചുമന്നിരിക്കുന്നുണ്ട് ചെറുതായിട്ടിങ്ങനെ. ഇതിങ്ങനെ വലിഞ്ഞതിൻ്റെ ഒരു ചോര പൊടിഞ്ഞത് ചെറുതായിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും കാണാനില്ല. എനിക്കങ്ങനെ വലിയ പെയിനും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പറ്റിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, പേടി, ഒരു വിറയൽ, എന്തൊക്കെയോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വാവനെയും ചെക്ക് ചെയ്ത് വാവക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഇഞ്ചക്ഷൻ കൊടുത്ത് വേറെ കുഴപ്പമൊന്നും കാണാനില്ല. പിന്നെ എക്സ്റേ നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. എക്സ്റേ എടുപ്പിച്ചു. എക്സ്റേയിലും രണ്ടാൾക്കും പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ നമ്മൾ അപ്പോഴത്തേക്കും റഫീക്ക ഏട്ടനെ വിളിച്ച്, ഏട്ടൻ നമ്മളെ അടുത്തേക്ക് വന്നു. റഫീക്ക വണ്ടീൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വിളിച്ച് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേക്കും റഫീഖാൻ്റെ ഫ്രണ്ട്സൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ റമൽത്ത അങ്ങോട്ടേക്ക്, നമുക്കവിടെ പരിപാടിയാണല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമല്ലോ. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഫോണ് ഏട്ടൻ കൊണ്ടുത്തന്നത് എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനതിലേക്ക് തിരിച്ച് വിളിച്ചപ്പോൾ അവർ കൽപ്പറ്റയിൽ നിന്ന് ബസ് കയറുന്നുണ്ട് പുത്തൂർ വയലിലേക്കുള്ള. അങ്ങനെ പിന്നെ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവരും പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന കറീൻ്റെ ഒരു റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വയ്യാണ്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഞാൻ കിച്ചണിലേക്ക് കയറാറേ ഇല്ല എന്ന് പറഞ്ഞാൽ നല്ല റെസ്റ്റാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് രണ്ടാളും കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് കാണാൻ ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. റഫീഖ ഒരുക്കി തരുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ നിന്ന് മേൽനോട്ടം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെയല്ല, ഇങ്ങനെ പറന്ന് നടക്കുക ചെയ്യുക, കിച്ചണിലെ കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യുക. ഒന്നും എടുത്തു വെക്കുന്ന അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ അതുവരെ ഇങ്ങനെ നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും അല്ലെങ്കിൽ ചോറും ചമ്മന്തിയും എന്തെങ്കിലും ഒരു ഉപ്പേരിയും അല്ലെങ്കിൽ ഒരു മീനാണെങ്കിൽ ഒരു മീൻകറി മാത്രം, അങ്ങനെയൊക്കെയായിരുന്നു ഇതുവരെ. ഈ ദിവസം ഒരാഴ്ച കഴിഞ്ഞല്ലോ, അപ്പോൾ ഒരാഴ്ച അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും എന്തെങ്കിലും ഒന്ന് ആക്കാമെന്ന് ചോദിച്ച് ഇറങ്ങിയത്. അപ്പോൾ പുട്ടിന് റഫീഖ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു എളുപ്പത്തിലുള്ള എന്നാൽ വെറൈറ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ, അപ്പോൾ ആ ഒരു റെസിപ്പി അവർക്ക് കൊടുക്കുകയും ചെയ്യാം. നല്ല അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ അത് അവർക്ക് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതന്നെ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് എളുപ്പമാണ്, നമ്മളിങ്ങനെ വഴറ്റി നിൽക്കേണ്ട കാര്യം. എനിക്കിങ്ങനെ കയ്യിനാണല്ലോ, അത് ഞാൻ പറയാം അതിലേക്ക്. അപ്പം വഴറ്റിയിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയുള്ളൊരു ഹൈദരാബാദി ചിക്കൻ കറിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് അതിന് കുറവൊന്നും വരുത്താൻ പറ്റില്ലല്ലോ. റെസിപ്പി എനിക്ക് വീഡിയോയിൽ റെസിപ്പി ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റഫീഖ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഇതാ ഒരു സവാള എനിക്ക് വേണം അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സവാള റഫീഖ ഒന്ന് നമ്മൾ ഗോൾഡൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കൂലേ, അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് തരികയാണ് കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും ആ കറി എടുക്കാൻ വേണമെങ്കിൽ ലഞ്ചിന് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കറിയും കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും പോവും, ലഞ്ചിന് ഇന്ന് രാത്രിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ഞാനത് ജസ്റ്റ് അതിൻ്റെ കൂട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഭയങ്കര ഈസിയാണ്, എന്നാൽ വെറൈറ്റി സാധനമാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി, അത് ചിക്കൻ ഉള്ളതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 5-6 എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവൊന്നും ഉണ്ടാവില്ല, കാശ്മീരി ചില്ലി അല്ലേ. നിങ്ങൾക്ക് സാധാ ചില്ലി ആണെങ്കിൽ ആ ഒരു കളറ് കുറയും, അതുകൊണ്ടാട്ടോ ഇതെടുക്കാൻ വേണ്ടി പറയുന്നത്. നോക്കിയിട്ട് നിങ്ങൾ എടുത്തോ, എരിവ് പ്രശ്നമില്ലെങ്കിൽ മറ്റേത് എടുത്തോ, കുഴപ്പമില്ല. ഈ ഒരു ടേസ്റ്റ് കിട്ടും കാശ്മീരി ചില്ലിക്കാണ് കേട്ടോ. പിന്നെ ഒരു 6 ബദാം ഒരു 10 മിനിറ്റ് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നേ. ഒരു 6 കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ടും കൂടെ 1 ടീസ്പൂൺ ഞാൻ ചതക്കാതെയായിട്ട് ചേർത്ത് കൊടുത്തേ. പിന്നെ ഒരു തക്കാളി മുഴുവനായിട്ട് എടുത്തോ, ഒരു തക്കാളി വലുതാണെങ്കിലും കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അങ്ങോട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ റഫീഖ അതാ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് ഗോൾഡൻ കളറിലൊന്ന് ഫ്രൈ ചെയ്ത് തന്നു. അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സവാള കേട്ടോ. അപ്പോൾ അത് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. കുറച്ചുകൂടെ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കാശ്മീരി ചില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു 10 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചോട്ടെ, എന്നാൽ അരയാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കുറച്ച് ചൂടുവെള്ളത്തിലിട്ടാലും നല്ലതാണേ. സാധാ മുളകിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ് ഇതിൽ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് എരിവ് പ്രശ്നമില്ലെങ്കിൽ, കളറും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ സാധാ മുളക് എടുത്തോ. ഇത് നമുക്ക് എത്ര എടുത്താലും നിങ്ങൾ കുറച്ചുകൂടി കൂട്ടിയിട്ട് എടുത്തോ കേട്ടോ. ഈ അളവിലേക്ക് തന്നെ കുഴപ്പമില്ല, ഒരു 2-3 കൂട്ടിക്കോ, കുഴപ്പമില്ല. നല്ലൊരു ഗ്രേവി കിട്ടും, നമുക്ക് കുത്തുന്ന എരിവും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. പിന്നെ അതാ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് നമ്മൾ ചേർത്തല്ലോ ഓൾറെഡി. പിന്നെ കുറച്ച് ഗരം മസാല,
ഇതാ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഹൈദരാബാദി സ്റ്റൈൽ ആയതുകൊണ്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ജീരകം വേണം എന്നുണ്ടെങ്കിൽ വലിയ ജീരകം, നമ്മളൊരു സ്റ്റൈലിലേക്ക് വരുമ്പോൾ വലിയ ജീരകം ചേർത്ത് കൊടുത്തോ. ഇനി ഇത് രണ്ടും വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ. എനിക്ക് തോന്നുന്നു ചെറിയ ജീരകം നിങ്ങൾ ചേർക്കണ്ട, കാരണം ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ജീരകം സ്കിപ്പ് ചെയ്തോ, അതാവും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ആ ഒരു കറക്റ്റ് ആ ഒരു ഹൈദരാബാദി എന്ന് പറയുമ്പോൾ റെസിപ്പി തരുമ്പോൾ ഞാൻ അതിന് അങ്ങനെ തന്നെ കാണിക്കണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഒരു 1/4 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാനെടുത്തത്, പുളിയില്ലാത്ത തൈര് എടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, ഇതൊന്നും കൂടിപ്പോകരുത് കേട്ടോ, 2 ഏലക്ക ആയാലും മതി, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ അരഞ്ഞ് കിട്ടും, നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ അരിയുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാകത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് ആദ്യം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അതാ പുട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ, ഈ കറിയും കൂടെ ആക്കി കുറച്ച് ഗീ റൈസും കൂടെ ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഗിവ് അവേ വിന്നറിനെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഗിവ് അവേ വിന്നർ എനിക്ക് ആ ഒരു ഹെൽത്ത് പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കുറച്ച് നമ്മൾ ഡിലേ ആയത്, വീഡിയോ കുറച്ച് ഡിലേ ആയല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നറുക്കിട്ട് എടുക്കുന്നുണ്ട് 4 പേരെ. അപ്പോൾ വീഡിയോ എന്തായാലും മറക്കാതെ കണ്ടുപോയിക്കാം കേട്ടോ. ഞാനത് തംബ്നെയിലൊന്നും കൊടുക്കാത്തത് എൻ്റെ സ്ഥിരം വ്യൂസിന് വേണം ഇത് കിട്ടാൻ എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സ്ഥിരം വ്യൂസ് ആകുമ്പോൾ എന്തായാലും വീഡിയോ എല്ലാം കാണുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മൾ ആ ഒരു അരപ്പില്ലേ, അത് നല്ലോണം അരച്ചെടുത്തു. വേണേൽ കുറച്ച് വെള്ളം ചേർത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ, ഇതൊരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. ചിക്കൻ കൂടുന്നതിനനുസരിച്ച് മസാലകളും കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അരപ്പ് മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തു. ആ ജാറിലുള്ള അതൊക്കെ ഉണ്ടല്ലോ, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അത് ഉപയോഗിക്കാം. ഇനി കുറച്ച് മല്ലിയില അത് ചേർത്ത് കൊടുത്തു. ഞാൻ നമ്മുടെ മൈസൂർ മല്ലി എന്ന് പറയും ഇവിടെ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തു. സാധാ മല്ലി മതി, അത് ചേർത്ത് കൊടുത്തു. ചിക്കനിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ കോട്ടിങ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് അവിടെ മാറ്റി വെച്ചോ, ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചോട്ടോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഞാൻ കുറച്ച് ചെറുപയർ വേവിക്കുന്നുണ്ട്, അപ്പോൾ പുട്ടിന് നമുക്ക് അതുണ്ട്. ഇനിയിപ്പോൾ ആയിട്ടില്ലെങ്കിലും എനിക്ക് പേടിക്കാനില്ല, റഫീഖക്ക് പോകാനുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ പുട്ട് റെഡിയായി, നമ്മൾ ചെറുപയറും റെഡി ആയിട്ടുണ്ട്, അതൊന്ന് വറവിടാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇതാ ഈ ഒരു കടായിലേക്ക്, സ്റ്റീലിൻ്റെ നമ്മളെ കാസ്റ്റേണിൻ്റെ കടായിയാണ് കേട്ടോ, ഇൻഡസ് വാലിയിലെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാം എൻ്റെ വീഡിയോയിലുള്ള സംഭവത്തിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർ. അപ്പോൾ ഞാൻ ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തില്ലേ, റഫീഖ നേരത്തെ ഫ്രൈ ചെയ്ത് തന്നില്ല, ആ സെയിം വെളിച്ചെണ്ണ ബാക്കിയുണ്ട്, ഓയിൽ ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളെ മസാല അങ്ങ് ചേർത്ത് കൊടുത്തു. ആ മിക്സിൻ്റെ ജാറ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴുകിയിട്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഒരു 15 മിനിറ്റാണ് നമ്മൾ ചിക്കൻ വേവാനുള്ള ടൈം കേട്ടോ. നല്ല വലിയ പീസാണെങ്കിൽ ഒരു 20 മിനിറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിങ്ങനെ ഇടയ്ക്ക് പോയിട്ടൊന്ന് ഇളക്കി നോക്കുക. കാഷ്യൂനട്ടൊക്കെ ഉള്ളതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഇടയ്ക്കൊന്ന് മറക്കാതെ ഇളക്കി നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കതിലേക്കൊന്നും ചെയ്യാനില്ല, ചിക്കൻ വെന്ത് വരിക, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുക്കാം, അത്രയേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കഥയിലേക്ക് നമുക്ക് വരാം. ഇപ്പം നമുക്കത് കഥ, പക്ഷെ അന്നതായിരുന്നില്ല കേട്ടോ. അങ്ങനെ റമലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നു കുഴപ്പമില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആണ്, വേറെ സ്കാനിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ ഡിസ്ചാർജായി. ഏട്ടൻ്റെ കൂടെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പുത്തൂർ വയലിലേക്ക് വന്നു. റഫീഖ അവിടെ നിന്ന് എല്ലാം റെഡിയായി, കുഴപ്പമൊന്നുമില്ല. റഫീഖ നേരെ ഡ്യൂട്ടിക്കും പോയി. പിന്നെ നമ്മളവിടെ അവിടെ വീട്ടിലാണ്, പുത്തൂർ വയലാണല്ലോ, അവിടെ എല്ലാവരും ഉണ്ട്. അവർക്ക് പിന്നെ നമുക്കുള്ള ഉച്ചക്കത്തുള്ള സാമ്പാർ, മീൻകറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഞാനും ചെയ്യുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ നെയ്ച്ചോറ്, മട്ടൻ കുറുമ, ചിക്കൻ ഒരു 65 പോലെ ആ ടൈപ്പ്, ബീഫ്, പിന്നെന്താ നമ്മുടെ
ചപ്പാത്തി, നെയ്പ്പത്തിരി ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മളും ചേരുന്നുണ്ട്. അങ്ങനത്തെ ഓരോരോ പണികളൊക്കെ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കിളി പോയ അവസ്ഥയുണ്ട് നമുക്ക് ഈ ഒരു സംഭവിച്ചത് കൊണ്ടുള്ളൊരു എന്തോ ഒരു ആവലാതി വേവലാതി അതുണ്ട്, അതവിടെ ഉണ്ട്. പക്ഷെ അല്ലാണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക, ശരീരത്തിനൊരു ഞാൻ കൈ പൊക്കിയിട്ടൊക്കെ ഇപ്പോൾ ഷാളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കിടക്കട്ടെ എന്ന് തോന്നുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ഒരു ബുദ്ധിമുട്ട് വാവ് പിന്നെ അപ്പം തന്നെ മുറിവെണ്ണൊക്കെ തേച്ച് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെത് ഞാൻ കാര്യമാക്കിയിട്ടേ ഇല്ല, വലിയ കാര്യമാക്കിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും വന്നു, ഫുഡെല്ലാം കഴിച്ചു, നമ്മളും ഫുഡെല്ലാം കഴിച്ചു. എനിക്ക് അന്ന് ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ, നാളെ അതായത് തിങ്കളാഴ്ച ഉപ്പയും ഉമ്മയും ഉംറക്ക് പോവുകയാണ്. അപ്പോൾ ഉംറക്ക് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞായറാഴ്ച, അതായത് തിങ്കളാഴ്ച പോകുമ്പോൾ ഞായറാഴ്ച തലേ ദിവസം അന്നാണ് ഏട്ടൻ്റെ വീട്ടിൽ പരിപാടി ഉള്ളത്. അപ്പോൾ അന്ന് വൈകുന്നേരം എനിക്ക് വീട്ടിലേക്ക് പോകണം, അതായത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം. എല്ലാ ഏട്ടത്തിയും ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം വൈകുന്നേരം റഫീക്ക് വന്നു, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, തിരിച്ച് നമ്മൾ അവിടെ അമ്പലേരി വന്നു. അവിടുന്ന് റഫീക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി. എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ. പക്ഷേ ഈ വയ്യായികയും കാര്യങ്ങളൊക്കെ പിന്നെയാണ് കേട്ടോ എനിക്ക് വരുന്നത്. ഞാൻ വീട്ടിലെത്തി ഇങ്ങനെ അവിടെ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ഏട്ടത്തിനോട് ജസ്റ്റ് ഒരു ഉച്ചയായപ്പോൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാനോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു, കാരണം അവരിങ്ങനെ പോകാനുള്ളതല്ല, അപ്പോൾ ഒരു വിഷമം മൈൻഡിലേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ ചെന്നിട്ടും പറയാനും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഏട്ടത്തി പതുക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിന്നെ അവിടെ ആളുകളും എൻ്റെ അമ്മായിൻ്റെ പല പെങ്ങള മക്കളുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറി, നമ്മൾ പിന്നെ ഇതൊക്കെ മാറി ഒരു ഫ്രീ ഡ്രസ്സ് ഇടുമല്ലോ, അങ്ങനെ ഇടുന്ന സമയത്താണ് കണ്ടേ എനിക്കപ്പം ഇങ്ങനെ ചെറുതായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൈകൊണ്ടൊന്നും. എന്താ പറയുക, നമ്മുടെ വയറിൻ്റെ താഴെ ഭാഗം, അടിവയറിൻ്റെ ആ ഭാഗത്ത് ശരിക്കും സീറ്റ് ബെൽറ്റിൻ്റെ അതേ വീതിയിൽ നമ്മളിങ്ങനെ ബീഫൊക്കെ മുറിച്ച് അതിലേക്ക് നോക്കിയുള്ള അവസ്ഥ എന്താ അറിയില്ലേ, ചുമന്ന കളറിൽ ഇങ്ങനെ ഇറച്ചി പോലെ നിൽക്കൂലേ, അതുപോലെ ഇങ്ങനെ ഒരറ്റത്തു നിന്ന് ഈ അറ്റം വരെ ഉണ്ടായിട്ടുണ്ടായിനെ. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് പേടിയായിട്ടോ. പക്ഷേ അതെല്ലാവരും നോക്കിയപ്പോൾ പിന്നെ ഇങ്ങനെ ചോര ഇങ്ങനെ കല്ലച്ച് പോകില്ലേ, അങ്ങനെ ആയതാണ്. ഉള്ളിലേക്കൊന്നുമില്ല. ഉള്ളിലേക്ക് എനിക്ക് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ നമ്മളിങ്ങനെ അവിടെ ചാരി നിൽക്കുന്ന സമയത്ത് ഇവിടെ തട്ടുമ്പോൾ എനിക്ക് നമ്മൾ ഉള്ളുകൊണ്ട് പറഞ്ഞു പോകും. ആ ഒരു രീതിയിലുള്ള വേദന ഉള്ളെന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ മുറിഞ്ഞിട്ടൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി, ഞാൻ നോക്കിയിട്ടുമില്ല സത്യം പറഞ്ഞാൽ. തട്ടിപ്പോയതല്ലേ, അല്ലാണ്ട് എവിടെയും ഇതായിട്ടില്ലല്ലോ, അല്ല സോറി, ഇങ്ങനെ കുടുങ്ങിപ്പോയതല്ലേ, അല്ലാണ്ടൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു മൈൻഡിലെ. അപ്പോൾ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇത് കാണുന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണല്ലോ. അങ്ങനെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ ഉപ്പാനെയും ഉമ്മാനെയും യാത്ര ആക്കുന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളും, അവരെ ബാഗെല്ലാം പാക്ക് ചെയ്യൽ, അർജൻറ്റീൻ്റെ കളി കാണൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു. പിറ്റേ ദിവസം അന്ന് നിസ്കരിക്കാനൊക്കെ നമ്മൾ കുനിയുമ്പോഴൊക്കെ അങ്ങനെ എന്താ പറയുക, ടൈം എടുത്തിട്ടാണ് എനിക്ക് നിവരാനൊക്കെ പറ്റുന്നത് കേട്ടോ. നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ഒന്നും എനിക്ക് ഈസി ആവുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴും ബെഡിൽ നിന്ന് പറ്റുന്നില്ല. ഇങ്ങനെ ഞാൻ നിസ്കരിച്ചിട്ട് പിന്നെയും കടന്നു. ഞാൻ പറഞ്ഞില്ല 8:30 ഞാൻ എണീറ്റപ്പോൾ. ആരും പിന്നെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഇപ്പുറത്തെ റൂമിൽ വന്നിട്ട് കടന്നു. അങ്ങനെ വൈകിയാണ് എണീറ്റ്. അപ്പോൾ ഉപ്പ പറഞ്ഞ് അങ്ങനെ വയ്യെങ്കിൽ വരണ്ട കേട്ടോ എന്ന്. നമ്മൾ വരണ്ടാന്ന് പറഞ്ഞു. പക്ഷെ വരണ്ടാന്ന് അങ്ങനെ ഇഷ്ടത്തോടെയല്ല, ഇങ്ങനെ വയ്യെങ്കിൽ വരേണ്ടത്, അവരല്ലേ നമ്മളെ കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാവുക അവർക്കല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല കേട്ടോ. കാരണം നമുക്ക് ഇതൊക്കെ എപ്പോഴും ഉള്ള കാര്യമില്ലല്ലോ. പിന്നെ പറയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വന്നിട്ട് റെസ്റ്റ് എടുക്കുക, ആ ഒരു മൈൻഡായി എൻ്റെത്. റഫീഖയും പറഞ്ഞിട്ട് പോയി രാത്രി, നിങ്ങൾ വീഡിയോ കേട്ടിട്ടുണ്ടാവും, നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് റഫീഖ് ഓടിയിട്ടുണ്ട് രാത്രി. അങ്ങനെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പം അതിലേക്ക് വരാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ വെന്ത് റെഡിയായി എണ്ണ തെളിഞ്ഞ് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് ടേസ്റ്റ് ചെയ്ത്, നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റിൻ്റെ എനിക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് എനിക്ക്. മധുരിക്കൊന്നുമില്ല കേട്ടോ, മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല, കാരണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പുളിപ്പ് അങ്ങ് പോവും, അത്രയേ ഉള്ളൂ. എത്ര പുളിയില്ല എന്ന് പറഞ്ഞാലും ചെറിയൊരു പുളിപ്പ് വരും, നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, മധുരിക്കൂല കേട്ടോ കറി.
കിഡിലും ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു പോവുക, ഞാൻ വർത്തമാനത്തിൽ മറന്നു പോവേ. നമ്മൾ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇത് ഉച്ചക്കത്തേക്കുള്ള ഫുഡാണേ, ഞാൻ ആക്കി വെച്ച് പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെ കിഡിലും കോമ്പിനേഷൻ, നെയ്ച്ചോറ്, പൊറോട്ട, അപ്പം എന്തിൻ്റെ കൂടെ കേട്ടോ, നല്ല അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു മസാലക്കായ ഉണ്ടല്ലോ അതിങ്ങനെ കൂട്ടിയിട്ട് നെയ്ച്ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ കേട്ടോ, ഈ മഴയത്തൊക്കെ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വണ്ടിയിൽ ഇരുന്നിട്ടല്ലേ നമ്മൾ പോകുന്നത്. പോയി തിരിച്ചു വന്നു. ഞാൻ അന്ന് ചുണ്ടിൽ തിരിച്ചു വന്നപ്പോഴൊക്കെ എനിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ, ഇരിക്കുമ്പോഴൊക്കെ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളങ്ങോട്ട് ചെയ്യുമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. അങ്ങനെ പിറ്റേ ദിവസം അന്നവിടെ നിന്നു, ചുണ്ടേൽ നിന്നു. പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ അമ്പലേരി വന്നിട്ട് പൂമോള് ചൂടൊക്കെ പിടിച്ച് എണ്ണയൊക്കെ ഇട്ട് ചൂടൊക്കെ പിടിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ, നീർക്കെട്ടൊക്കെ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്ത് തന്ന് അവർ പോയി. ഞാൻ കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്ന് ഞാനൊരു 4 മണിയായപ്പോഴത്തേക്കും എനിക്ക് എണീക്കാനേ കഴിയുന്നില്ല, ഇങ്ങനെ പൊങ്ങാൻ കഴിയുന്നില്ല. അത്രയും വേദന ഇങ്ങനെ കൂടി വന്നു. എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല കേട്ടോ. എന്തായത്, നമ്മൾ എക്സ്റേ എടുത്തതാണല്ലോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ എന്താ അങ്ങനെ കേട്ടോ ചിന്തിക്കുന്നത്. പിന്നെ റഫീഖ വന്നു, ഇങ്ങനെ കാര്യം പറഞ്ഞു. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അല്ല, അന്ന് എനിക്ക് റഫീഖ ഒരു ഗുളിക കൊണ്ട് തന്നേ, അത് പെട്ടെന്നുള്ള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫാർമസിയിൽ നിന്നൊരു ഗുളിക കൊണ്ട് തന്നു. അതിൽ എനിക്ക് മാറി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വേദന ഒന്നുമില്ല, ഞാൻ പെർഫെക്റ്റ് അത്രയായി. പക്ഷേ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, മാറിയല്ലോ. പിറ്റേ ദിവസം അതേ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇനി നമുക്കില്ലേ അതവിടെ നിൽക്കട്ടെ. ഇതില്ലേ നമ്മളെ ഗിവ് എവേൻ്റെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഷീട്ടിൽ ഒരു കടലാസിൽ എല്ലാവരുടെ പേരും എഴുതുകയാണേ. അപ്പം ഞാൻ എല്ലാവരുടെ പേരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് ചെയ്തത് എല്ലാവരും വായിക്കുക. സ്പെയിനിൽ നിന്ന് ആൻസർ ആ വീഡിയോയിൽ, നമ്മൾ ആ ഗിവ് എവേൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ ചെയ്യാനായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ പേര് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നമ്മൾ എടുക്കില്ല. ആ വീഡിയോയിൽ പറഞ്ഞവരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ നമ്മളെ സ്പെയിന് ആൻസർ പറഞ്ഞവർ 14 പേരാണ്. അതിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാവരും പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് വായിക്കാം കേട്ടോ. അതായത് എല്ലാവരുടെയും പേരൊന്ന് ജസ്റ്റ് വായിക്കാം. ശരിക്കും ഇവരെല്ലാവരും വിന്നേഴ്സ് തന്നെയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ എന്താ പറയുക, അർജൻറ്റീന പറഞ്ഞില്ല, വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഫ്രാൻസ് ഉണ്ടായിരുന്നു, സ്പെയിൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. അത് നമ്മളെല്ലാവരും കുറേ പേരെങ്കിലും അർജൻറ്റീന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പേര് വായിക്കാം കേട്ടോ. ഫർഹാന ഷുക്കൂർ, യൂട്യൂബ് ഐ ഡി ആണേ. അവരെ കറക്റ്റ് നെയിം ഫർഹാന. അങ്ങനെ ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. റജി കുഞ്ഞുമോൻ തന്നെയാണ് ഒറിജിനൽ നെയിം. പിന്നെ രശ്മി പി വി തന്നെയാണ്. പിന്നെ മെഹനി തന്നെയാണ് കറക്റ്റുള്ളത്. ഫസീല ജാഫർ, എൻ മുഹമ്മദ്, റാമി, റസ്വീൻ ടി, അനീസ് കെ കെ തന്നെയാണ്. മുജീബ് കെ ടി, അവരുടെ ഒറിജിനൽ നെയിമുള്ളത് ക്രാസി ഗേള്. പിന്നെ ഖദീജ സുൽഫിക്കർ, റജിന മുസ്തഫ, ഷഹനാസ് സോറി അതെനിക്ക് മാറിപ്പോകുന്നു കേട്ടോ. ഷസാൻ തന്നെയാണ്. ജാസ്മിൻ, ഷെബി കുഞ്ഞാവ. അപ്പോൾ ഇവരൊക്കെയാണ് കറക്റ്റ് സ്പെയിനിൽ നിന്ന് ആൻസർ പറഞ്ഞവർ. ഇനി നമുക്ക് ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയുള്ള നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോ കട്ടാക്കാണ്ട് നിങ്ങളെ മുന്നിൽ തന്നെ എടുക്കുകയാണ്, ഞാൻ തന്നെ എടുക്കുകയാണ്. ഇങ്ങനെ
ഇതിൽ നിന്ന് 4 പേരെ 4 ഷർട്ട് ഞാൻ കണ്ണടച്ചിട്ട് എടുക്കും. അത് ഞാനും നിങ്ങളും തമ്മിലുള്ളൊരു വിശ്വാസം, അത്ര തന്നെ. അപ്പോൾ ഇതാ ഇട്ടിട്ടുണ്ട്. ഇനി 4 എണ്ണം ഞാൻ എടുക്കട്ടെ കേട്ടോ. ഇതിൽ എനിക്കൊരു ഇതില്ല, എനിക്ക് ശരിക്കും എൻ്റെ വീഡിയോ കറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇനിയിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് പറയുന്നത്, സ്ഥിരം ആയിട്ടുള്ള വ്യൂസിന് കിട്ടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് വൺ ഇതാണ് ഷെബി കുഞ്ഞാവ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇനി അടുത്തത് സെക്കൻഡൊന്നും ഇല്ല കേട്ടോ, നമ്മൾ 4 പേരെ തിരഞ്ഞെടുക്കുന്നതെന്ന് മാത്രം. അടുത്തത് റജി കുഞ്ഞുമോനെ, ഒറിജിനൽ നെയിമും അത് തന്നെയാണ്. അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് എന്താ, ഷസാൻ, അതാണ് നമ്മളെ 3-ാമത്തെ ആള്. ഇനി 4-ാമത്തെ ആള് റസ്വീൻ ടി. അപ്പോൾ ഇതാണ് നമ്മളെ 4 പേര് കേട്ടോ. ഷെബി കുഞ്ഞാവ, പിന്നെ റജി കുഞ്ഞുമോൻ, ഷസാൻ, റസ്വീൻ ടി. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ 4 വിന്നേഴ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ 2 നെയിമും പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങളെ അഡ്രസ്സ് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ തന്നെ ടൈപ്പ് ചെയ്തിടുക. ഞാനത് നോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നിട്ട് അതിൽ ഇൻസ്റ്റയിൽ എനിക്ക് ചെയ്താൽ മതി കേട്ടോ, അയച്ചു തന്നാൽ മതി നിങ്ങളെ അഡ്രസ്സും നിങ്ങളെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം മറന്നു പോകണ്ട. ഇതിൽ നിന്ന് ഇനി ആരെങ്കിലും നമുക്ക് റെസ്പോൺസ് തന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു ഞാൻ പറയാതെ എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് വേറെ ആളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ റിപ്ലൈ എനിക്ക് തരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിലേക്ക് വരാം. അപ്പോൾ എൻ്റെ വീട് ഇത്രയും ബെഡ്റൂമും കാര്യങ്ങളൊക്കെ മോശമായിട്ടൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. കുറേയൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് കാര്യം ഇങ്ങനെ എടുത്ത് വെക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഗുളികേൻ്റെ ആ ഒരു പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തിട്ട് വലത് ഭാഗത്ത് എക്സ്റേ എടുത്തു. കുഴപ്പമൊന്നും പൊട്ട് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ആ ഒരു ഗുളികേൻ്റെ ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വേദന, ഇങ്ങനെ നമ്മൾ പെരടി എന്ന് പറയില്ലേ, എന്താ പറയുക, കഴുത്തിൻ്റെ വലത് ഭാഗം, ഇടത് ഭാഗമാണ് എനിക്ക് അന്ന് സംഭവിച്ചത്. പക്ഷേ എനിക്ക് വലത് ഷോൾഡർ കയ്യിലേക്ക് ഇത്രയാണ് കേട്ടോ വേദന വരുന്നത്. ഭയങ്കര വേദന. നമുക്ക് വന്നാൽ കിടക്കുന്നിടത്ത് ഇങ്ങനെ ഒന്ന് തലയിടങ്ങനെ അങ്ങ് നീക്കാനോ ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് നീക്കാനോ ഒന്നും നമുക്ക് തലയോണ്ട് ഒന്നിനും പറ്റില്ല. നിൽക്കാനും കഴിയില്ല, ഇവിടെ ഇങ്ങനെ വേദനയ്ക്കും കിടക്കാനും കഴിയില്ല എന്നുള്ള അവസ്ഥയാട്ടോ വരുന്നത് ആ ഒരു വേദന വരുന്ന ടൈമിൽ. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അങ്ങനെ പെയിൻ കില്ലർ അങ്ങനെ കഴിക്കണ്ടെന്ന് പറഞ്ഞു. റെസ്റ്റ് എടുത്ത് പെട്ടെന്ന് മാറൂല, ഒരു 2 ആഴ്ചയൊക്കെ റെസ്റ്റ് എടുക്കണം, എന്നാൽ തന്നെ അത് മാറുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞു പോയിട്ട് ചെറിയ ഞരമ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അവിടെ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചത് ആണ്. വേറെ നീർക്കെട്ടുണ്ട്, നല്ലതായിട്ട് നീർക്കെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേദനയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല കംപ്ലീറ്റ് റെസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ഫോണിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ബാക്കിൽ സ്ട്രെയിൻ ആവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഷോർട്സ് പോലും ഞാൻ ഇടാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുന്ന ടൈമിൽ എനിക്ക് കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ അങ്ങനെ വേദന വരുന്ന സമയത്ത് ഗുളിക എടുത്ത് കുടിക്കുകയായിരുന്നു. അല്ലാണ്ട് 1 മണിക്കൊക്കെ എനിക്ക് വേദന വരുമ്പോൾ ഞാൻ ഗുളിക എടുത്ത് കുടിക്കും കേട്ടോ. അത്രയും നമുക്കിങ്ങനെ ഭ്രാന്തായിപ്പോയി, അങ്ങനെ അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് വേദന കുറഞ്ഞിട്ടുണ്ട്. ഗുളിക കഴിക്കുന്നില്ല, ഇപ്പോൾ ആ വലിയ വേദന വരുന്നില്ല. പക്ഷേ ഇങ്ങനെ കൈയൊന്നും ഇളകാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനോ സ്ട്രെയിൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. പ്രത്യേകിച്ച് എഡിറ്റിംഗ് അതൊരു ടാസ്ക്കാണ് കേട്ടോ. കാരണം നമ്മളൊരു 3-4 മണിക്കൂർ ഒരേപോലെ ഇരിക്കുമല്ലോ തലയൊക്കെ താഴ്ത്തിയിട്ട്. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊന്ന് ഞാൻ ഡിലേ ആക്കി ചെയ്തിട്ടോ. ഇപ്പം നോർമലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയും കൂടെ നോക്കിയിട്ട് ഞാൻ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് പോവാം കേട്ടോ.
അപ്പം അങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ന്യൂസ് അല്ല എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതാണ്. എന്നിട്ടും ആരൊക്കെയോ അതിൽ കമൻറ്റിൽ ചോദിച്ചു പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചിന്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനത് പറഞ്ഞത്. എനിക്കറിയാം നിങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥനയും ആ ഒരു മൈൻഡും ഉള്ളത് കൊണ്ടാണത് പറയുന്നതെന്ന്. കുഴപ്പമില്ല. ഞാനതിൽ കഴിഞ്ഞ വീഡിയോയിൽ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഞാനിങ്ങനെ കിടന്നുകൊണ്ട് തന്നു. പിന്നെ കിടന്നുകൊണ്ട് തരുമ്പോഴും നമ്മൾ ഫോൺ കയ്യിൽ പിടിക്കണം, അതിലിങ്ങനെ ഭയങ്കരമായിട്ട് നോക്കണം. അതൊക്കെ സ്ട്രെയിൻ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ നിർത്തി വെച്ചു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല. ഞാനിത് പറയുമ്പോഴേക്കും എന്നെ അറിയുന്നവർ പോലും ഇത് അറിയുന്നുണ്ടാവും കേട്ടോ. നമ്മൾ ആരോടും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കാര്യങ്ങൾ. നിങ്ങൾ കുറേ പേര് എന്നോട് എന്നെ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് തന്നെയാണ് ഇത്ര നിസ്സാരമായിട്ട് കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ ഇനിയും എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കും, നിങ്ങളെ പ്രാർത്ഥന എനിക്കും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ്, ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. പിന്നെ ഉപ്പയും ഉമ്മയൊക്കെ നല്ല റാഹത്തായിട്ട് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇതുവരെ പ്രശ്നങ്ങളും ആരോഗ്യകരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഉമ്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ മദീനത്തേക്ക് പോകാനായിട്ടുണ്ട്, ഇന്ന് പോകുന്നാ പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് അവരുടെ വിശേഷങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം എൻ്റെത് ഇങ്ങനെയൊക്കെയാണ്. ഒക്കെ ഏകദേശം അൽഹംദുലില്ലാഹ് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരാഴ്ചയും കൂടെ ഞാനങ്ങ് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.